അങ്ങനെ ഇതേ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, അതായത് മലപ്പുറത്തേക്ക്. ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 മണിക്കൂർ യാത്ര ഉണ്ട്. അത് മാത്രമല്ല 1-2 സ്ഥലങ്ങളിൽ പോവാനും. അതുകൊണ്ട് തന്നെ നിർത്തി വീഡിയോസ് എടുക്കാനുള്ള സമയമൊന്നുമില്ല. എങ്കിലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ജസ്റ്റ് പകർത്തിയതാണ്. നമ്മുടെ ഈ ഭാഗത്ത് മുഴുവനായിട്ടും തേയിലത്തോട്ടങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പാടികൾ. അതായത് ഈ എസ്റ്റേറ്റ് തൊഴിലാളികളും കുടുംബമൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പാടികൾ എന്ന് പറയുന്നത്. നമ്മളും ഇതുപോലൊരു പാടിയിലായിരുന്നു. സ്വന്തമായി വീട് വെച്ച് മാറിയിട്ട് ഇപ്പൊ 2 വർഷം ആകുന്നേ ഉള്ളൂ. ചപ്പ് നുള്ളാൻ പോകുന്ന ആൾക്കാരെ കിട്ടും നിങ്ങളിപ്പോ ഈ കാണുന്നത്, അതായത് തേയില നുള്ളാന്. ഈ തേയില നുള്ളാൻ പോകുന്നതിനെ ഇവിടെ പറയുന്നതാണ് ചപ്പ് വെട്ടാൻ, അല്ലെങ്കിൽ ചപ്പ് നുള്ളാൻ പോവാന്നൊക്കെ. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകുന്ന സമയമാകുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ പനമരം എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം പോയ സമയത്താണ് ഇത് ഇങ്ങനെ ഒരു ലോറി മറിഞ്ഞു കിടക്കുന്നതായിട്ട് കണ്ടത്. എന്ത് പറ്റിയതാണെന്നോ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ വൈത്തിരി എത്തിയ സമയത്ത് കുറച്ച് വെള്ളം കുടിക്കാന്ന് കരുതി വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ട കാഴ്ചയാണിത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കാണി. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ കോലൊന്ന് നോക്കാണി. ഞങ്ങള് പിന്നെ അധിക നേരം അവിടെ നിന്നില്ല, വീണ്ടും യാത്ര തുടർന്നു. ഇതിനിടയിൽ മോള് ഇപ്പാന്റെ കൂടെ മുന്നിൽ നിൽക്കാന്നും പറഞ്ഞ് വാശി പിടിച്ചു. ഇതാ നൃത്തം നിൽക്കുന്നത് കണ്ടാ വിചാരിക്കും ഓളാണ് വണ്ടി ഓടിക്കണതെന്ന്. ചുരം എത്താനായ സമയത്ത് നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നു. കോട ഇറങ്ങിയാലും ഇല്ലെങ്കിലും ഈ ലക്കിടി എത്തുന്ന സമയത്ത് ഒരു പ്രത്യേക തണുപ്പാണ്. അങ്ങനെ ദേ ഞങ്ങൾ ചുരം ഇറങ്ങാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചുരത്തിൽ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത്. ചുരം ഇറങ്ങാനായപ്പോത്തിനും മോള് എന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവള് നല്ല ഉറക്കായിരുന്നു. പിന്നെ ഈ കടയിലെത്തിയ സമയത്ത് ഞാൻ അവളെ ഉണർത്തിയതാണ്. ഈ വഴി പോകുന്ന സമയത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറാറുള്ള കടയാണ് ഇട്ടത്. ഇവിടുത്തെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ ഇതിനെ കാടമുട്ട മസാല എന്നാ പറയാ. അങ്ങനെ ഞങ്ങൾ അതും ഒപ്പം ഹോർലിക്സും കുടിച്ചിട്ടുണ്ടായിരുന്നേ. പോരാത്തതിന് വരുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടതും അതുപോലെ തന്നെ ലേസും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് നോളജ് സിറ്റിക്കാണ് കേട്ടോ. കുറേ ആയിട്ട് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ നോളജ് സിറ്റി എന്ന് പറയുന്നത്. അതൊരു ലോകമാണ് കേട്ടോ, അത് വേറെ തന്നെയാണ്. അങ്ങോട്ട് പോകണവർ അങ്ങോട്ടായിട്ട് തന്നെ പോകണം. അവിടെ മുഴുവനായിട്ടും കാണണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. ഞങ്ങൾക്ക് അതില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് പോയി അപ്പൊ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ചു നേരം അവിടെ ഒക്കെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് ചുരം കാണാൻ കഴിയൂട്ടോ. പിന്നെ ഞങ്ങൾ ഈ പള്ളിന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അതിനിടയിൽ മോൾക്ക് കുറച്ച് പോപ്കോൺ എല്ലാം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പോന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. താമരശ്ശേരിയാണ് കേട്ടോ ഉള്ളത്. ഇതിന്റെ പേര് റൈദാൻ കുഴിമന്തി എന്നാണ്. മോൾക്ക് പ്ലേറ്റ് കൊടുക്കാത്തതിന്റെ പ്രതിഷേധമാണ് കേട്ടോ ഇപ്പൊ കേട്ടത്. പിന്നെ ഫുഡെല്ലാം വന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മടവൂർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മടവൂരെത്തി. സാധാരണ നല്ല തിരക്കുണ്ടാവാറുണ്ട്, ഇന്നെന്തോ ആളുകൾ കുറച്ച് കുറവാണ്. ഇങ്ങനെ മക്കാം സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത്. ഇതിൽ മീനൊക്കെ ഉണ്ട്. മീനെ കണ്ടിട്ട് പിന്നെ മോളവിടുന്ന് വരാനേ കൂട്ടാക്കണില്ലേനു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മക്കാമിന്റെ കുറച്ച് അടുത്ത് തന്നെ ആയിട്ട് ഷെയ്ഖുന, അതായത് മടവൂർ ഉസ്താദ് താമസിച്ചിട്ടുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന ഒരു വീടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീടിന്റെ വാതിൽ തുറന്ന സമയത്ത് ഒരു മുറിയില് ഉസ്താദ് ഉപയോഗിച്ചിരുന്നെന്ന് കരുതപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉസ്താദ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ബാഗും എന്തിനു പറയുന്നു പെന്നു വരെ അവരവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒക്കെ കണ്ടിറങ്ങുമ്പോഴത്തേന് ഏകദേശം ഒരു 3 മണിയെല്ലാം ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.